+2 ഡിഫറൻസിയേഷനകത്തെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഈ മോഡലിലെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. ഇഫ് എക്സ് റൈസ് ടു വൈ ഇസ് ഈക്വൽ ടു വൈ റൈസ് ടു എക്സ്, അതുപോലെ സൈൻ എക്സ് റൈസ് ടു വൈ ഇസ് ഈക്വൽ ടു കോസ് വൈ റൈസ് ടു സൈൻ എക്സ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുന്നത്. എക്സ് റൈസ് ടു വൈ ഇസ് ഈക്വൽ ടു വൈ റൈസ് ടു എക്സ്. എക്സ്പോണൻഷ്യൽ വരുമ്പോൾ നമ്മൾ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ടിടത്തും ലോഗ് കൊടുക്കുക. ലോഗ് എക്സ് റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു ലോഗ് വൈ റൈസ് ടു എക്സ്. ലോഗ് എ റൈസ് ടു എൻ ലോഗ് എ, y log x is equal to ഇതും log a raised to n log a, x log y, log a raised to n log a. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ d by dx of y log x is equal to d by dx of x log y. y into log x is equal to x. അപ്പോൾ ഇത് ഇൻറ്റു ആയതുകൊണ്ട് എക്സും വൈയും ഡിറൈവബിൾ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻസിയേഷൻ ആകത്തെ എക്സും വൈയും, അത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആയാലും ഇംപ്ലിസിറ്റ് ആയാലും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് first into derivative of second plus second function into derivative of first. ഇതും ഇൻറ്റു ആണ്. രണ്ടും എക്സിന്റെയും വൈയുടെയും ടൈം ആണ്, ഡിറൈവബിൾ ഫംഗ്ഷൻ ആണ്. ആ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നോക്കാം. നമ്മളിന്റെ അടുത്തത് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. നോക്കിയേ, y ഇൻറ്റു എന്താണ് d by dx ഓഫ് log x, 1 by x പ്ലസ് log x ഇൻറ്റു d by dx ഓഫ് y, dy by dx. കാരണം നമുക്ക് y ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, y is equal to നമ്മൾ എടുത്തിരിക്കുന്ന ടേംസ് അല്ല. y is equal to x raised to y is equal to y raised to x. നമ്മളെല്ലാം എടുക്കുന്നത് ഇനി വേറെ ടൈം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാം y is equal to എന്ന് വെച്ചാൽ അതുകൊണ്ട് y ഒരു ഡിറൈവബിൾ ഫംഗ്ഷൻ ആണ്. is equal to x into d by dx of log y, 1 by y. പക്ഷേ ഇത് d by dx of log x ആണെങ്കിൽ 1 by x. പക്ഷെ ഇവിടെ y വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പൊ y വിത്ത് റെസ്പെക്ട് ടു x വരുമ്പോൾ d by dx of log x 1 by x ആണ്. ഇപ്പൊ d by dx of log y എന്ന് പറയുമ്പോൾ നമുക്ക് 1 by y എന്ന് എഴുതാം. പക്ഷെ ഇൻറ്റു dy by dx എന്ന് എഴുതാം. കാരണം ഇക്വേഷനകത്ത് ലോഗ് എക്സ് എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്ന വൈ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറയുന്നതാണ് ഡി ബൈ ഡി എക്സ്. നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്നാണെങ്കിൽ കോസ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 3x എന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കോസ് 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 3x. കാരണം ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇക്വേഷനകത്ത് സൈൻ എക്സ് എന്നേ വരത്തുള്ളൂ. അപ്പൊ എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്ന 3x. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ അതുപോലെ ഇവിടെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ വൈയുടെ അതായത് എക്സ് വൈയെ നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഡെറിവേറ്റീവായ ഡി വൈ ബൈ ഡി എക്സ് കൂടി അവിടെ എഴുതണം. അതിനേക്കാൾ ഒരു എളുപ്പമാർഗ്ഗത്തിലും പഠിക്കാം. കാരണം വൈയുടെ ടേമിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം അവിടെ ഡി വൈ ബൈ ഡി എക്സ് കൂടി എഴുതുക എന്ന് ഓർത്താലും മതി. പ്ലസ് log y into d by dx of x 1. അപ്പോൾ y by x plus log x into dy by dx is equal to x by y dy by dx plus log y into 1 log y. dy by dx ഉള്ള ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരട്ടെ, ഒരു സൈഡിൽ വരട്ടെ. log x into dy by dx minus x by y dy by dx is equal to dy by dx ഓടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു log y minus y by x. dy by dx കോമൺ ആയിട്ട് എടുത്തു. log x minus x by y is equal to log y
മൈനസ് വൈ ബൈ എക്സ്. അതിൽ നിന്ന് നമുക്ക് dy by dx is equal to ദിസ് ടൈം ഡിവൈഡഡ് ബൈ ദിസ് ടൈം എഴുതി വെച്ചാലും ഫുൾ മാർക്ക് തരും. അല്ലെങ്കിൽ ഇതിന്റെ ഒന്ന് LCM എടുക്കുക, dy by dx. ഇത് ബൈ 1 അസ്യൂം ചെയ്തിട്ട് y LCM ക്രോസ് ചെയ്യാം. y log x മൈനസ് എക്സ് ഈസ് ഈക്വൽ, ഇവിടെ ബൈ 1 അസ്യൂം ചെയ്തുകൊണ്ട് എക്സ് LCM എടുക്കുക. എക്സ് LCM എടുക്കുമ്പോൾ ക്രോസ് ചെയ്യാം. എക്സ് ലോഗ് വൈ മൈനസ് വൈ. എനിക്ക് എളുപ്പമാർഗം dy by dx ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ എനിക്ക് എളുപ്പം y ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. y log x മൈനസ് എക്സ് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ dy by dx മാത്രം നമുക്ക് കിട്ടും. നോക്കാം. dy by dx ഈസ് ഈക്വൽ ടു dy by dx ഈസ് ഈക്വൽ ടു y ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ y ഇൻറ്റു എക്സ് ലോഗ് വൈ മൈനസ് വൈ ബൈ, ഇവിടെ എക്സ് ഉണ്ട്, ഇത് ഇത്രയും ടൈം ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടിരുന്നു, എക്സ് ഇൻറ്റു വൈ ലോഗ് എക്സ് മൈനസ് എക്സ്. ഇങ്ങനെ എഴുതിയ, അല്ലെങ്കിൽ dy by dx ഈ ടൈം ഡിവൈഡഡ് ബൈ ഈ ടൈം എഴുതി വെച്ചാലും മാർക്ക്. അത് 2 മാർക്കുള്ള അത്ര എഴുതിയാൽ 3 മാർക്കൊക്കെയാണ് ഇവിടെ വരെ എഴുതാൻ ശ്രമിക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലിലെ സൈൻ എക്സ് റേസ് ടു വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് റേസ് ടു വൈ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സൈൻ എക്സ് റേസ് ടു കോസ് വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് റേസ് ടു സൈൻ വൈ. അതെല്ലാം ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത പാരാമെട്രിക് ഫോമിന്റെ നോക്കാം. പാരാമെട്രിക് ഫോം എക്സും വൈയും തന്നു കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പാരാമെട്രിക് ഫോംസിനാണ്. ഇപ്പൊ നമ്മൾ ഇതിനെ ചെയ്യുന്നത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇവിടെ തീറ്റയുടെ ടൈം ആയതുകൊണ്ട് നമ്മൾ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പൊ ഡി ബൈ ഡി തീറ്റ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ മൈനസ് സൈൻ തീറ്റ. എ കോൺസ്റ്റന്റ്. അപ്പൊ ഇത് dx by d theta, dx by d theta is equal to a into d by d theta of theta 1, d by dx of x1 minus d by d theta of sin theta എന്ന് പറഞ്ഞാൽ cos theta. അടുത്തത് y is equal to a into 1 minus cos theta. theta കൊണ്ട് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. d by d theta of y is equal to a into d by d theta of cos theta. d by d theta of y എന്ന് പറഞ്ഞാൽ dy by d theta is equal to a into നോക്കുക d by d theta of 1 0, derivative of any constant 0, d by dx of x1, d by dx of 1 0, d by dx of 2 0, d by dx of 3 0, അങ്ങനെ d by d theta of 1 0 മൈനസ് d by d theta of cos theta മൈനസ് സൈൻ തീറ്റ. അപ്പം a ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ തീറ്റ. ഇപ്പൊ dy by dx എന്ന് പറഞ്ഞാൽ dy by d theta by dx by d theta എന്ന ഇക്വേഷൻ ഉണ്ട്. കാരണം d theta ക്യാൻസൽ ആയി കഴിഞ്ഞാൽ dy by dx എന്ന് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് dy by d theta എന്ന് പറയുമ്പോൾ a sin theta by dx by a into dx by d theta a into 1 minus cos theta. എയും ക്യാൻസൽ ചെയ്യും. 2 മാർക്സ് ആണെങ്കിൽ ഇവിടെ വരെ എഴുതുക. പക്ഷെ 3 മാർക്സ് ആണ്. ഇതിനെ ഒന്നുകൂടെ നമ്മൾ സിംപ്ലസ്റ്റ് ആക്കണം. അത് ചെയ്യുന്ന രീതി ഓർത്തിരിക്കുക. dy by dx is equal to നമുക്കറിയാം സൈൻ 2a. സൈൻ 2a എന്ന് പറഞ്ഞാൽ 2 സൈൻ എ കോസ് എ. അപ്പൊ മൾട്ടിപ്ലൈങ് ഇപ്പൊ സബ് മൾട്ടിപ്ലൈങ്കിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ 2 സൈൻ എ ബൈ 2 കോസ് എ ബൈ 2 എന്നാണ്. കാരണം ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആംഗിളിന്റെ അവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടിടത്തും ആംഗിളിന്റെ അവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ സൈൻ തീറ്റ നമുക്ക് 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. ഓൾ ഡിവൈഡഡ് ബൈ. അടുത്ത് നോക്കാം.
1 മൈനസ് കോസ് 2a എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. മൾട്ടിപ്പിൾ ആംഗിൾ. അപ്പൊ സബ് മൾട്ടിപ്പിൾ 1 മൈനസ് കോസ് എ എന്നാണെങ്കിൽ 2 സൈൻ സ്ക്വയർ a ബൈ 2 എന്നോ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 2 ക്യാൻസൽ ചെയ്തു. ഒരു സൈൻ തീറ്റ ബൈ 2ന്റെയും ഒരു സൈനൂടെ. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു സൈൻ തീറ്റ ബൈ 2. ഒരു ടൈം ക്യാൻസൽ ചെയ്തു. ബാക്കി കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2. കോസ് എ ബൈ സൈൻ എ കോട്ട് തീറ്റ ബൈ 2. ഒന്ന് ശ്രദ്ധിക്കുക, എക്സാമിന് വരുന്ന മോഡലാണ്, ശ്രദ്ധിക്കുക.